നെടുമ്പാശ്ശേരിയിൽ അഗ്നിബാധ. രാത്രി 11:30 വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലാണ് അഗ്നിബാധയുണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. 134 മുറികൾ ഇവിടെയുണ്ട്. കാർ പാർക്കിംഗ് ഏരിയയിലാണ് അഗ്നിബാധയുണ്ടായത്. ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും ഏതാനും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു പെട്ടെന്ന് ഇവിടെ ആൾക്കാർ വന്ന് ഡോറെ മുട്ടിയിട്ട് പറഞ്ഞു ഇതുപോലെ തീ പിടിച്ചിട്ടുണ്ട്. എന്താ സംഭവം ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ളവരെല്ലാം എവാക്യുവേറ്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് താഴെ എത്തിയപ്പോഴാണ് ഇറങ്ങി ഗ്യാരേജിൽ ഒരു കാറിന് തീ പിടിച്ചത്. കാറിന് തീ പിടിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തായിട്ട് തന്നെ സ്കൂട്ടിയും പിന്നെ 2 ബൈക്കും ഇതിനൂടെ കൂടി തീ പിടിച്ചപ്പോഴത്തേന് ആകെ ഇച്ചിരി സീനായി. മൊത്തം ഗ്യാരേജ് ഓൾമോസ്റ്റ് കത്തി നശിച്ച്. അത് ഇത് വയറിങ്ങിനൊക്കെ ആയി. പിന്നെ ലിഫ്റ്റിനും അതൊരു എന്താ പറയുക തീ പിടിച്ച്. അങ്ങനെ സ്മോക്കാണ് മെയിനായിട്ടുണ്ടായ പ്രോബ്ലം ഇവിടെ. അപ്പോഴത്തേനും ഫയർ ബ്രിഗേഡ് വന്നായിരുന്നു. ഞങ്ങൾ വിളിച്ചിരുന്നു. ഒരു 11:30 ആയപ്പോഴത്തേനും ഫയർ ബ്രിഗേഡ് വന്ന് ഓൾമോസ്റ്റ് അവർ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ്. പിന്നെ 12 മണി ആയപ്പോഴാണ് ലിഫ്റ്റിലോട്ട് തീ പിടിച്ച് വയറിംഗ് ഒക്കെ കത്താൻ തുടങ്ങിയത്. അങ്ങനെ ലിഫ്റ്റ് തീ പിടിച്ചപ്പോഴാണ് ഫുള്ള് ആ ഫ്ലോർ ഫുള്ള് സ്മോക്കായത്. ഭയങ്കരമായിട്ട് സ്മോക്കായപ്പോഴത്തേനും ആരൊക്കെയോ പിന്നെയും ബാക്കിയുണ്ട്, 2 പേരെങ്ങാണ്ട്. അവരെയും പിന്നെ ഫയർ ബ്രിഗേഡ് വന്ന് അവർ ഹാൻഡിൽ ചെയ്ത് ആ വന്ന സൈഡിൽ കൂടെ ഉള്ള സ്റ്റേഴ്സ് അല്ല മറ്റേ ലാഡറൊക്കെ ഇട്ട് അവർ എക്സ്കേപ്പ് ചെയ്യിപ്പിച്ച്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻ കൺട്രോളിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പരിക്കായിട്ട് ആക്ച്വലി ഒരു 12 മണി ആയപ്പോഴാണ് ഈ സ്മോക്ക് കൂടിയല്ലോ. ആ സമയത്ത് ആരും 2 പേര് അകത്തുണ്ടായിരുന്നു. അവരറിഞ്ഞിട്ടില്ല. എല്ലാവരും വാക്യൂറ്റ് ചെയ്യിപ്പിച്ച. പക്ഷെ അവർ 2 പേരും ഉറക്കത്തിലും കണ്ടായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വെളിയിൽ ബാൽക്കണി വന്നിട്ട് ടോർച്ച് ലൈറ്റൊക്കെ അടിച്ചപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ച് ഇനി ആൾക്കാരുണ്ടെന്ന്. അപ്പോഴത്തന്നെ ഫയർ ബ്രിഗേഡ് അവരുടെ ലാഡറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അപ്പം തന്നെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചു. അല്ലാതെ സാരമായ പരിക്കെന്ന് പറയാൻ പരിക്കായിട്ട് ആർക്കും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും സേഫ് തന്നെയായിരുന്നു. ആ കറക്റ്റ് ടൈമിൽ ഫയർ ബ്രിഗേഡ് വന്നുകൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 12:30 12:45 ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് കൺട്രോളിലായിരുന്നു ഫയർ. നിതിൻ. അതെ. ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് ലാഡർ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കില്ല. ഹോട്ടലിലെ AC യും മറ്റു വയറുകളും ഉൾപ്പെടെ കത്തിപ്പോയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആലുവ.